മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 49 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ അരുളി ചെയ്യുകയാണ്, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് എന്തിനാണ് വന്നത് എന്നും പിതാവാണ് തന്നെ അയച്ചത് എന്നും അറിയിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്ത കുറെ പേരെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, കർത്താവിന്റെ വാക്കുകളെയും പ്രവർത്തികളെയും സ്വീകരിക്കാൻ സാധിക്കാത്ത വ്യക്തികള്, സമൂഹങ്ങള് ലോകത്തിലുണ്ട്. ഇന്നും പ്രസക്തമായ കർത്താവിന്റെ പഠനങ്ങളെ തള്ളിക്കളയുന്ന എത്രയോ പേരുണ്ട്. ഈശോയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ പോകുന്ന എത്രയോ പേരുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. പിതാവായ ദൈവത്തെ ഈശോ ബഹുമാനിക്കുമ്പോൾ ഈശോയെ അപമാനിക്കുന്ന സമൂഹത്തെ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ തള്ളിക്കളയുമ്പോൾ, ദൈവവചനത്തിന് വില കൊടുക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ അപമാനിക്കുന്നവരായിട്ട് നമ്മൾ മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താ? പൈശാചിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമയവും പണവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് കർത്താവിന്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്ന, വചനങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനം ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുകയാണ്. സോഷ്യൽ മീഡിയകളിലും മറ്റ് സാമൂഹിക തലങ്ങളിലും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലും നമ്മൾ കാണുന്നത് എന്താ? കർത്താവിന്റെ വചനങ്ങളെ തള്ളിക്കളയുന്ന, വചനത്തെ അപമാനിക്കുന്ന ഒരു തലമുറയല്ലേ? കർത്താവിനെ അപമാനിക്കുന്ന സമൂഹമാണ് ഇന്നത്തെ സമൂഹം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എന്തെല്ലാം ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് പരിശോധിച്ചു നോക്കാം. കർത്താവിനെ അപമാനിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? വ്യക്തിപരമായ ജീവിതത്തിന്റെ നേട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അപമാനിക്കുന്നവരായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ ദൈവവചനത്തിന് വില കൊടുത്ത് ദൈവവചനത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ കർത്താവിനെ ബഹുമാനിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നിന്റെ ജീവിതത്തില് ഉയർച്ചകൾ ഉണ്ടാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറിപ്പോയി നിനക്കൊരു നന്മയുണ്ടാകണമെങ്കിൽ, സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നവരായി, ബഹുമാനിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശോധിക്കാം, നമ്മൾ ഈശോയെ അപമാനിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്? ദൈവവചനത്തിന് വില കൊടുത്ത് വിശുദ്ധിയില്, നന്മയില്, പ്രാർത്ഥനയില് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയെ ബഹുമാനിക്കുന്നവരായിട്ട് മാറുക. അവിടെ നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ കൊടുത്ത് ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നവരായിട്ട് മാറാനുള്ള കൃപയാചിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും, ബന്ധനങ്ങളെയും, കെട്ടുകളെയും, പിശാചിന്റെ ഉപദ്രവങ്ങളെയും, നാരകീയ ശക്തികളെയും, പൈശാചിക അരൂപികളെയും, തടസ്സങ്ങളെയും, രോഗങ്ങളെയും, ആപത്തുകളെയും, അപകടങ്ങളെയും, തകർച്ചകളെയും ദിവികാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മ വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.